പാലായിലെ ഒരു സഹോദരൻ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ? ആ സാക്ഷ്യം എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട്, എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്, പക്ഷേ അദ്ദേഹം ഒരു യൂത്താണ്. അദ്ദേഹം പറയുന്ന സാക്ഷ്യം എന്ന് പറയണത്, അത് ഉടമ്പടി വെക്കുന്ന കാര്യങ്ങൾ ലഭിച്ചില്ലെങ്കിലും കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്കൊരു അവസരം തന്നല്ലോ, അങ്ങനെയാണ് പറയണത് ഇല്ലേ? കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്കൊരു അവസരം തന്നല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? അതിലൂടെ, പ്രാർത്ഥനയുടെ നമുക്ക് ലഭിക്കണത് എന്താണ്? ശക്തീകരണമാണ്. അതിൻ്റെ ദാറ്റ് മീൻസ് എപ്പോഴായാലും വിഷയം കർത്താവ് ഇടപെട്ടിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് അനുഗ്രഹം. എൻ്റെ റിസൾട്ട് തോറ്റാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം മുടക്കത്തില്ലെന്നാണ് പറയണത്. ബൈക്ക് എടുത്തുകൊണ്ട് എല്ലാ വീടുകളിലും കൊണ്ടുപോയി പത്രം കൊടുത്തിരിക്കുക. പ്രേക്ഷിത പ്രവർത്തനമാണ്, സത്യം പറഞ്ഞൊരു ശുശ്രൂഷയാണ്. പത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ പ്രേക്ഷിത പത്രമാണ്. നിങ്ങൾ തന്നെ പലരും ഇവിടെ വന്നിരിക്കണത് പത്രത്തിലൂടെ കർത്താവ് പ്രവർത്തിച്ച സന്ധിപ്പ് കണ്ടാണ് എൻ്റെ മക്കളെ ആശ്വാസം കർത്താവ് തരും എന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ്. ആ വിചാരം വിശുദ്ധവും ശക്തവുമാണ്, അത് സത്യമാണ്. വേറെ ഒരു ചേച്ചി എന്നാ പറഞ്ഞത്, അവർ പാലക്കാടാണ്, അവിടെ ആവശ്യത്തിന് പത്രമുണ്ട് അവരുടെ ഇടവകയിൽ. അത് കാരണം എന്നാ പറ്റി, ആൾക്കാരെ തിരക്കിപ്പോവുകയാണ്. തൃശ്ശൂർ വിമല ഹൃദയം പള്ളി വന്നിട്ട് അവിടെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത് കാരണം അവിടെ നിന്ന് കൊടുത്തെന്നാണ് പറയണത്. ആ സാക്ഷ്യം കേട്ടില്ലേ? അവരാണ് പോയി ഉടമ്പടി തൈലം അനുജിത്തിയുടെ മകൻ്റെ ശരീരത്തെ വിശ്വാസ പ്രമാണത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബോൺമാരോ വേണ്ടെന്നല്ലേ ഡോക്ടർ പറയണത്. അത് പറയണതല്ല പ്രശ്നം, ഇവരാണ് ആദ്യം പറയേണ്ടത്, നീ 2 ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് പോരുമെന്ന്. ഉടമ്പടി തൈലം തേച്ചതിന് ശേഷം ഇവരെന്നാ പറയണത്, 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോരും. അതാണ് വാഗ്ദാന പേടകമെന്ന് പറയണത്. എന്ന് വെച്ചാൽ വാഗ്ദാന പേടകമായി നമ്മൾ രൂപാന്തരപ്പെട്ട് വരും ഉടമ്പടി ചെയ്യുമ്പോൾ. എന്താണ് സംഭവിക്കുക വാഗ്ദാന പേടകത്തിൽ? വാഗ്ദാന പേടകത്തിൽ എന്താണുള്ളത്? പഴയ വാഗ്ദാന പേടകത്തിലായാലും പുതിയ വാഗ്ദാന പേടകത്തിലായാലും എന്താണുള്ളത്? ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം. അപ്പം ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ പാലിക്കണത്. എങ്ങനെ പാലിക്കും? ദൈവത്തിൻ്റെ വചനം പാലിക്കുമ്പോൾ എളിമപ്പെടേണ്ടി വരും. ഉടമ്പടി എപ്പോഴും നമ്മളെ എളിമയാക്കും. അതുകൊണ്ടാണ് കർത്താവ് ഉടമ്പടി ചെയ്യണ മുമ്പ് കച്ചയെടുത്ത് ചുറ്റിയത്. ഉടമ്പടി ചെയ്യുന്ന മുമ്പ് കർത്താവ് കച്ചയെടുത്ത് ചുറ്റി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. പരസ്പരം പാദങ്ങൾ കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തറവാടിത്തം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, നമ്മുടെ വില, ഈ ഭൂമുഖത്തു നിന്ന് നമ്മൾ ആർജിച്ചെടുത്ത എല്ലാ സംഭവങ്ങളുടെയും വസ്ത്രം അഴിച്ചു വെക്കണം. കർത്താവ് മേലെങ്കിൽ അഴിച്ചു വെച്ചു. അല്ല ഞാൻ സാറാണ്, ഞാൻ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് പത്രം കൊടുക്കാൻ പറ്റത്തില്ല എന്നും പറയരുത്. കാര്യം അങ്ങനെയുള്ള എല്ലാം അഴിച്ചു വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഉടമ്പടി ചെയ്താൽ ഉടമ്പടി പാലിക്കണം. ഉടമ്പടി പാലിച്ചില്ലെങ്കിൽ കർത്താവ് ഇറങ്ങിപ്പോരും. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ നിബന്ധനകളാണ് നമ്മൾ അവകാശികളാക്കുന്നത്. ജോഷുവ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു, ആയിങ്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു. കാര്യം അണ്ടർ എസ്റ്റിമേഷൻ വന്നു. ആയും പട്ടണം നോക്കാൻ പോയവർ തിരിച്ച് വന്നിട്ട് തെറ്റായ ഇൻഫർമേഷനാണ് ജോഷുവയ്ക്ക് കൊടുത്തത്. നമ്മളെല്ലാം കൂടി കെട്ടിയിറങ്ങി അങ്ങോട്ട് പോകേണ്ട ഒരു കഥയുമില്ല. ഒരു 3000 പേരെ അവിടെ ഉള്ളൂ. 3000 പേരെ നമ്മളും വിട്ട് കഴിഞ്ഞാൽ ആ പട്ടണം നമ്മൾക്ക് അധീനമാകും. പക്ഷേ ഇവർ 3000 പേരെ വിട്ടു, ആയങ്കാർ ഇവരെ കൊന്നുകളഞ്ഞു. അതോടുകൂടി ജോഷുവ വസ്ത്രം കീറി കർത്താവിനോട് ചോദിച്ചു, എന്താണ് ഞങ്ങൾ വാഗ്ദാന പേടകം ഉണ്ടായിട്ടും ഞങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടെന്ന് ചോദിച്ചു. വാഗ്ദാന പേടകം ഉണ്ടായിട്ടും ഉടമ്പടി ചെയ്തിട്ടും ഞങ്ങൾ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടെന്ന് ജോഷുവ ചോദിക്കുമ്പോഴേ കർത്താവ് പറയണ ഒരു മറുപടിയുണ്ട്, ഞാൻ നിങ്ങളെ വിട്ടുപോയെന്ന്. എന്തുകൊണ്ട് വിട്ടുപോയി? നീ ഉടമ്പടി നിബന്ധന പാലിച്ചില്ല. ഉടമ്പടി നിബന്ധനയ്ക്ക് നിഷിദ്ധമായ വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ എന്നാ ചെയ്തത്? ഉടമ്പടി പുനഃസ്ഥാപിക്കാൻ വേണ്ടി ജോഷുവ 1 by 1 ആയിട്ട് ആൾക്കാരെ വിളിച്ചു.
അവസാനം ആഖോൻ വന്നു. ആഖോൻ പറഞ്ഞു, കർത്താവിനും കർത്താവിൻ്റെ ജനത്തിനുമെതിരെ നീ ഉടമ്പടി തെറ്റിച്ചിരിക്കുന്നു, എന്താണ് നീ ചെയ്തതെന്ന് പറയുക. അപ്പോൾ ആഖോൻ പറഞ്ഞു, ജെറിക്കോ പട്ടണം ഞങ്ങൾ വളഞ്ഞപ്പോൾ ഷീനാറിൽ വെച്ച് എനിക്കൊരു മേലങ്കി കിട്ടി, അത് ഞാൻ ഒളിച്ചു കൊണ്ടുവന്ന് കൂടാരത്തിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ദുഷ്ട, നീ കർത്താവിന് ജനത്തെ കൊലക്ക് കൊടുത്തില്ലേ? കൂടാരത്തിൽ ചെന്ന് നോക്കിയപ്പോൾ മേലങ്കി മാത്രമല്ല, 200 ഷെക്കൽ വെള്ളി, 50 ഷെക്കൽ സ്വർണം കട്ടെടുത്തതാ. കണ്ടവൻ്റെ മുതൽ കയ്യിലിരിക്കുക. കണ്ടവൻ്റെ മുതൽ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി വ്യർത്ഥമാകും. കണ്ടവൻ്റെ മുതൽ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി വ്യർത്ഥമാവും. കട്ട മുതൽ, നീ അധ്വാനിക്കാത്ത മുതൽ, തന്തത്തിൽ ഒപ്പിച്ചെടുത്ത മുതൽ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ കർത്താവിനെതിരെ തെറ്റുകാരനാകുമ്പോൾ ജോഷുവ 7:12 സംഭവിക്കും. ജോഷുവ 7:12 കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ വിട്ടുപോകും. ഉടമ്പടിയുടെ വാഗ്ദാനം എന്ന് പറയണത് ദൈവത്തിൻ്റെ ഉടമ്പടി നിന്നെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നു. സ്വന്തമാക്കപ്പെട്ടവന് അവകാശമുണ്ട്. അവകാശമെന്ന് പറയണത് എല്ലാത്തിനേക്കുളുപരി കർത്താവിൻ്റെ സാന്നിധ്യമാണ്. നീ ഉടമ്പടി ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ശ്രദ്ധിച്ച് നോക്കിക്കേ, 7 വ്യക്തികളാണ് അമ്മയെ അവിടെ വീട്ടിൽ കണ്ടുവെന്നും പറഞ്ഞുകൊണ്ട് സാക്ഷ്യം നൽകിയിരിക്കണത്. മറ്റുള്ളൊരു വ്യക്തികൾ വീട്ടിൽ കണ്ടില്ല എന്നല്ല അർത്ഥം. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ വാഗ്ദാനപ്രകാരം നമ്മുടെ അവകാശമാണ് അമ്മയുടെ സാന്നിധ്യം. അപ്പോൾ അമ്മയുടെ കുറേ ആൾക്കാർക്ക് ആ സാന്നിധ്യം ദൃശ്യമാകുന്നു. ദൃശ്യമാകാത്തുള്ള കൂടെയും അമ്മയുടെ സാന്നിധ്യം അതായത് കണ്ടിപ്പായിട്ടുണ്ട്. ദൃശ്യമാകുന്നില്ല എന്നുണ്ടെങ്കിലും കൃത്യമായിട്ടും കണിശമായിട്ടും അമ്മ സാന്നിധ്യമുണ്ട്. എന്താണ്? ഐ വിൽ കം വിത്ത് യു എന്നുള്ളത് ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്നുള്ളത്. വന്നതുകൊണ്ടല്ലേ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനോ ചിന്തിക്കാനോ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു മാറുന്നതും സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് വരികൾക്കിടയിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കണം. മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് അവന് ബുദ്ധിക്ക്, ശേഷിക്ക്, ശേമുഷിക്ക് ഒന്നും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനുഷ്യൻ നേടുന്നത് ആ സർട്ടിഫിക്കറ്റിൻ്റെ ചരിത്രം നോക്കിയേ. ആ സർട്ടിഫിക്കറ്റ് മിസ്സായെന്ന് പറഞ്ഞില്ലേ? അവർ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ ആ കോട്ടയം MG യൂണിവേഴ്സിറ്റിയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹോൾഡുള്ള ഒരു വ്യക്തിയെ അമ്മ കണ്ടുപിടിച്ച് തൂക്കിക്കൊണ്ടുവന്ന് അവിടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. എന്താണ് നിങ്ങൾ അന്വേഷിക്കണം ചോദിക്കും. അപ്പം ഞാൻ സർട്ടിഫിക്കറ്റ് വന്നതാണ്. എന്ത് പറ്റി? ഡ്യൂപ്ലിക്കേറ്റ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഒരു വെയിറ്റ് മിനിറ്റ് എന്ന് പറയും. അവർ നേരെ വിളിക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ആളുണ്ടാകുന്നു, അവരെടുക്കുന്നു, അവർ നോക്കുന്നു, അത് കണ്ടുപിടിക്കുന്നു, തിരിച്ചു പറയുന്നു. എല്ലാം സെക്കൻഡുകൾക്കുള്ള നടക്കുന്നത്. ഇതൊന്നും നമുക്ക് നടക്കണതല്ല. ഐ വിൽ കം വിത്ത് യു, ഞാൻ നിന്റെ കൂടെ വരും. സർട്ടിഫിക്കറ്റ്, ജോലിയെങ്കിൽ ജോലി, ഓഫീസെങ്കിൽ ഓഫീസ്, ജയിലെങ്കിൽ ജയില്, സ്റ്റേഷനെങ്കിൽ സ്റ്റേഷൻ. ഐ വിൽ കം വിത്ത് യു. ദൈവ പൈതലെ, ഞാനും നീ ഉടമ്പടി ചെയ്യുമ്പോൾ ഇതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ അവകാശികളാകുന്നെങ്കിൽ, അവകാശമാകാൻ കാരണം നമ്മൾ ഉടമ്പടി നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നത് നിബന്ധന വഴിയാണ്. ആ നിബന്ധനകൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവത്തിന് സ്വന്തമാകാതെ മാറുന്നത് കൊണ്ടാണ് ജോഷുവ 7:12 പറഞ്ഞത്, ഞാൻ നിന്നെ വിട്ടുപോരുമെന്ന്. സ്തുതികളെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവമേ, നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഉടമ്പടി ചെയ്ത മക്കളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവമേ, അത്ഭുതങ്ങളോടെ ആളുകളാരും സ്ഥിരീകരിക്കുന്നു, നിന്റെ സാന്നിധ്യത്തെ സ്ഥിരീകരിക്കുന്ന ദൈവമേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് സിനി അജി. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ നിന്നും വരുന്നു. പരിശുദ്ധ മാതാവ് പ്രതിഷ്ഠപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിലെ അംഗമാണ്. ചെറുപ്പം മുതലേ കുടുംബ പ്രാർത്ഥനയിലും പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുകയും അങ്ങനത്തെ ഓരോ പരിപാടിയിലും മതപരമായ എല്ലാ കാര്യങ്ങളിലുള്ള അറിവ് ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു എൻ്റേത്. എൻ്റെ മാതാപിതാക്കന്മാരും അതുപോലെ തന്നെ ഭക്തിയിൽ വളർന്നവരായിരുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കുവാൻ എനിക്ക് അനുഗ്രഹം തന്നതിന് ആദ്യം നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവ് പല സ്ഥലങ്ങളിലും പ്രതിഷ്ഠപ്പെട്ടതായി എനിക്കറിവുണ്ടായിരുന്നു. ആ ഫോട്ടോ എല്ലാം ഞാൻ കാണാറുമുണ്ടായിരുന്നു. പക്ഷേ 20 വർഷമായി ഇവിടെ പ്രതിഷ്ഠപ്പെട്ട പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള അറിവ് കേവലം 1 വർഷമായി മാത്രമേ എനിക്ക് ലഭിച്ചിരുന്നുള്ളൂ. അമ്മയുടെ ഈ ഫോട്ടോ ആദ്യമായി 1 വർഷം മുമ്പാണ് ഞാൻ കണ്ടത്. അത് എൻ്റെ സ്വന്തം ചേച്ചിയിലൂടെയായിരുന്നു. ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പല പ്രാവശ്യം വന്ന് പുതുക്കുകയും
ഒത്തിരിയേറെ ദൈവകൃപകൾ മേടിച്ചു കൊണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു. ജീവിതത്തിലെ എന്ത് പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും യേശുവിനോടും അമ്മയോടും ചേർന്നിരിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണം തന്നെ എൻ്റെ യൂട്രസിലുണ്ടായിരുന്ന 3 മുഴകളായിരുന്നു. 2024 ഒക്ടോബർ 5-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ചേച്ചിയായിരുന്നു. 1.5 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ 1 പോയിൻറ്റിൽ നിന്ന മുഴ 1.5 വർഷമായപ്പോൾ 6 പോയിൻ്റായി വളർന്നു. ഡോക്ടർ പറഞ്ഞു ഇനി മരുന്ന് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല, ഓപ്പറേഷൻ വേണമെന്ന്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 3 മാസക്കാലം ഇവിടെ നടന്ന എല്ലാ ടോക്കുകളും ഞാൻ കേൾക്കുകയും അച്ഛൻ്റെ എല്ലാ ഉടമ്പടി ധ്യാനം കേൾക്കുകയും അതുപോലെ തന്നെ കിട്ടിയ ഉപ്പ് ഉള്ളിൽ കഴിക്കുകയും തൈലം വയറിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിലുപരിയായി പൂർണ്ണമായും ദൈവത്തോടുള്ള വിശ്വസ്തത അതാണ് ഞാൻ പാലിച്ചത്. 3 മാസക്കാലം എൻ്റേതായ വഴികളെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ കയറി നടന്നു. അപ്പോൾ ഞാനൊരു ചുവട് വെച്ചപ്പോൾ ദൈവം എൻ്റെ നേരെ 10 ചുവട് വെച്ച് ഇറങ്ങി വന്നു. അങ്ങനെ 2025 ജനുവരി 5-ാം തീയതി എൻ്റെ 3 മാസത്തെ ഉടമ്പടി പൂർത്തിയായി. അന്ന് ഞാൻ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ 8-ാം തീയതി ഞാൻ വന്ന് ടെസ്റ്റ് ചെയ്യും, അതിനുശേഷം ഞാൻ 9-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കിക്കൊള്ളാമെന്ന്. അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം 7-ാം തീയതി വൈകുന്നേരം ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിച്ചതിന് ശേഷം അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അമ്മേ നാളെയാണല്ലോ ഞാൻ പറഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്യേണ്ടത്, അമ്മേൻ്റെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഭിത്തിയിൽ ഒരു ഉടമ്പടി കാശിരൂപം തെളിഞ്ഞു വന്നു. നല്ല സൂര്യൻ ഉദിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് തെളിഞ്ഞതിന് ശേഷം ഒരു ചിത്രകാരൻ വരയ്ക്കുന്നത് പോലെ അമ്മ ഭിത്തിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടു വന്നു. വരച്ച് അവസാനം കൃപാസന മാതാവായി അത് പതിഞ്ഞു. അന്ന് ജനുവരി 7-ാം തീയതി വീട്ടിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇന്നും 9 മാസമായി ഈ ഒക്ടോബർ 7-ാം തീയതിയും വീട്ടിൽ തന്നെയുണ്ട്. അമ്മ മാത്രമല്ല യേശുപിതാവ് ഉണ്ണിമിശിഹായും കൂടെയുണ്ട്. അതിന് മുകളിൽ ഈ കൃപാസനത്തിൻ്റെ പുറത്തിരിക്കുന്ന ക്രിസ്തുരാജൻ കൈവിരിച്ച് പിടിച്ചിരിക്കുന്ന ആ രൂപവും അവിടെ പതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് അപ്രവശത്തായി കുഞ്ഞാടിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പരിശുദ്ധിയമ്മയും അതിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവുമുണ്ട്. ഇങ്ങനെ അന്ന് എനിക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം 9-ാം തീയതി ഞാൻ പോയി, 8-ാം തീയതി പോയി ഞാൻ ടെസ്റ്റ് ചെയ്തു. അന്ന് ഡോക്ടർ പറഞ്ഞു മുഴ പൂർണ്ണമായും മാഞ്ഞു പോയി. എന്ത് മരുന്നാണ് കഴിച്ചതെന്ന് ഞാൻ പറഞ്ഞു 6 മാസമായിട്ട് മരുന്നൊന്നും കഴിക്കുന്നില്ല, പ്രാർത്ഥനയിലായിരുന്നെന്ന്. അങ്ങനെ എൻ്റെ മുഴ പൂർണ്ണമായും മായ്ച്ചു തന്ന് ഇനി ഒരു മരുന്ന് പോലും കഴിക്കേണ്ട എന്ന് പറഞ്ഞ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ പ്രതിഷ്ഠപ്പെട്ടതിന് ശേഷം ഞാൻ ഇവിടെ ഈ 1 വർഷത്തിനിടയ്ക്ക് വന്ന് 3 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മേ എൻ്റെ രോഗം അമ്മ മാറ്റി തന്നാൽ ഞാൻ അമ്മയുടെ വഴിയിലൂടെ തന്നെ എൻ്റെ ജീവിതകാലം മുഴുവൻ പൂർണ്ണമായി ഞാൻ ഉടമ്പടിയിലായിരുന്നു കൊള്ളാമെന്ന്. അന്നു മുതൽ ഞാനൊരു കത്തോലിക്ക വിശ്വാസി ആയതുകൊണ്ട് കൊന്തയുടെ രഹസ്യങ്ങളൊക്കെ എനിക്ക് കാണാതെ അറിയാം. മഹിമയുടെ ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ കാണാപ്പാടമാണ്. അതെല്ലാം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകുന്ന വഴി ഞാൻ ഈ കൊന്ത ചൊല്ലി ഒരു ദിവസം 7 എണ്ണം പൂർത്തിയാക്കും. സാധാരണ കൊന്ത ചൊല്ലിപ്പോലെ ഉരുവിട്ട് പോവുകയല്ല, കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ അതുപോലെ ഓരോ രഹസ്യങ്ങളെല്ലാം ധ്യാനിച്ചാണ് ഞാൻ പോകുന്നത്. നടക്കുന്ന വഴിയിൽ ആരോടും കൂട്ടുകൂടുവാനോ ആരെയും നോക്കുവാനോ ഒന്നും പോകാറില്ല. കാരണം ദൈവത്തിൻ്റെ വഴിയിലൂടെയല്ലേ ഞാൻ നടക്കുന്നത്. അപ്പം പിന്നെ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഓരോ ദിവസവും നടക്കുമ്പോൾ പിന്നെ എനിക്കും ഈ ഒരു ചിത്രശലഭം എൻ്റെ കൂടെയായി. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ചിത്രശലഭം വീടിന് മുറ്റത്ത് കാവൽ നിൽക്കും, ഒരു വെള്ള ചിത്രശലഭം. അവിടെ നിന്ന് എന്നെ ജോലി സ്ഥലം വരെ ഏകദേശം അനുഗമിക്കും. അതിനുശേഷം തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഒരു ദിവസം ഒരു ഇടവഴിയിൽ കൂടെ നടക്കേണ്ടി വന്നപ്പോൾ ഞാൻ അല്പസമയം മഴക്കാലമായതുകൊണ്ട് അല്പശകലം പാമ്പൊക്കെ ഉള്ള വഴിയാണ്, ഒന്ന് നിന്നു. പെട്ടെന്ന് ചിത്രശലഭം മുന്നിൽ വന്നു. 2 പ്രാവശ്യം അവിടെ തന്നെ ഇരുന്നു. അപ്പം ഞാൻ ഓർത്തു ഇതൊരു ചിത്രശലഭമല്ലേ, ഒന്ന് ഒരു ഫോട്ടോ എടുത്താക്കാന്ന് ഓർത്ത് അവിടെ നിന്ന് 2 ഫോട്ടോ എടുത്തു. അതിനുശേഷം ഈ ചിത്രശലഭം എൻ്റെ മുന്നിൽ നടന്നു. അങ്ങനെ താഴെ നല്ല വഴി വരെ എന്നെ കൊണ്ടുപോയി വിട്ടു. തിരിച്ച് ചിത്രശലഭം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഫോട്ടോ എടുത്ത് നോക്കി. പരിശുദ്ധ അമ്മയുടെ രൂപമായിരുന്നു അത്. ഇന്നും എൻ്റെ ആ ഫോട്ടോ കയ്യിലുണ്ട്. അതുപോലെ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരോ രൂപത്തിൽ പരിശുദ്ധ അമ്മ എൻ്റെ ഈ തിരിയിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ആ ഫോട്ടോകളെല്ലാം ഞാൻ
സ്റ്റുഡിയോയിൽ പോയി എടുത്ത് കോപ്പിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാണുന്നവർക്ക് കാണാം. അത്രയേറെ നമ്മളെ കൂടെ നടത്തുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നുള്ള വിശ്വാസം. അത് കഴിഞ്ഞ് ഈ കൊന്ത ചൊല്ലി ഒരു ദിവസം കയറി വന്നപ്പോൾ ആകാശത്തിലേക്ക് പെട്ടെന്ന് നോക്കുക എന്ന് പറഞ്ഞു. റാന്നി ടൗണിൽ തന്നെയാണ് എൻ്റെ വീട്. അവിടുന്ന് 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അവിടെ നിന്ന് കയറി വന്ന സമയത്ത് പൊക്കത്തോട്ട് നോക്കുക എന്ന് പറഞ്ഞു. സൂര്യൻ അസ്തമിച്ചിരിക്കുന്ന സമയമായിരുന്നു അത്. പൊക്കത്തോട്ട് നോക്കിയപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന അവിടെ തന്നെ യേശുവിൻ്റെ തിരുമുഖം എനിക്ക് കാണപ്പെട്ടു. എൻ്റെ മൊബൈൽ കൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തു. സാധാരണ അത്രയും അകലേക്ക് ഒരു ഫോട്ടോ കിട്ടുവാൻ വഴി കുറവായിരുന്നു. പക്ഷേ എൻ്റെ യേശു എനിക്ക് ആ രൂപം പതിച്ചു തന്നു. അതും എൻ്റെ ഫോണിലുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഞാൻ ദൈവകൃപയിൽ വളർന്നുകൊണ്ടിരുന്നു. കൂടുതലായി എനിക്ക് പറയാനുള്ളത്, ഉടമ്പടി എടുത്തിട്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല. ഉടമ്പടിയിൽ ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ വരിക എന്നത്. 100% വിശ്വസ്തത നമ്മൾ പുലർത്തുന്നുവോ അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വരും, നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ നമ്മുടേതായ വഴികൾ വിട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് നടന്നങ്ങളേ പറ്റുള്ളൂ. അല്ലാതെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ദൈവം അതിൻ്റെ ഇരട്ടിയായി നമ്മുടെ വഴിയിലൂടെ കടന്നു വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വേറൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഉപ്പും തൈലവും വെച്ച് ഞാൻ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോഴെല്ലാവർക്കും കൊടുക്കും. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു, അതിന് ഞാൻ പറ്റി കൊടുത്തു. ഇതുവരെ വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാൻ നടക്കുന്ന വഴികളിൽ ഈ വേദനിക്കുന്ന മക്കൾക്ക് എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു ഓഹരി ഞാൻ കൊടുക്കാറുണ്ട്. വിശന്ന് നിൽക്കുന്ന രോഗികളെയോ അല്ലെങ്കിൽ പാവങ്ങളെ കാണുമ്പോൾ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഞാൻ കൂടി കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ പൊതിച്ചോറുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാൻ ഞാൻ താല്പര്യം കാണിക്കുകയും ഉടമ്പടി എടുക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പം 4 പേര് ഉടമ്പടിയിലാണ്. എൻ്റെ പ്രായമായ 75 വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കന്മാരെ ഇവിടെ കൊണ്ടുവന്ന് കാലുകുത്തിച്ച് അമ്മയുടെ അനുഗ്രഹം കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്, സങ്കീർത്തനം 17:15, നീതിയിൽ ഞാൻ അവിടുത്തെ മുഖം കാണും, ഉണരുമ്പോൾ ഞാൻ അവിടുത്തെ രൂപം കണ്ട് തൃപ്തി അടയുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. രാവിലെ ഞാൻ 4:30 എഴുന്നേൽക്കും, ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കും. ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ വീട്ടിൽ പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്ന യേശുവിനെയും തിരുക്കുമാരനെയൊക്കെയാണ്. അവർക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ആദ്യത്തെ ദിവസം ആരംഭിക്കും. അരമണിക്കൂർ അവിടെ നിന്ന് പ്രാർത്ഥിക്കും, കൊന്ത ചെല്ലും. ലോകം മുഴുവനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നവർക്ക് വേണ്ടിയും, ഉടമ്പടിയിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വരുന്ന മക്കൾക്ക് വേണ്ടിയും, ലോകം മുഴുവനുള്ള ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അതിനുശേഷമാണ് ഞാൻ ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന ഇത് കൂടുന്നത്, രാവിലത്തെ പ്രാർത്ഥന, പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലുന്നത്. അതിനുശേഷം ഞാൻ അടുക്കളയിലോട്ട് പോകുമ്പോൾ ജോലിക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് അമ്മയോട് പറയും, അമ്മേ പെട്ടെന്ന് എൻ്റെ കൂടെ വരണേ, നമുക്ക് പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് പോകാനുള്ളതല്ലേ കൊന്ത ചൊല്ലി. അന്നേരം എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കും. അതുപോലെ ഞാൻ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയത്തെല്ലാം ഈ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടേയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും കേൾക്കണമെന്നുമില്ല. ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് രണ്ടാമതായി കിട്ടിയത്. പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുമെന്ന് പറഞ്ഞ പോലെ അഭിഷേകം കൊണ്ട് നിറഞ്ഞ് എൻ്റെ വഴികൾ പാപത്തിൽ നമ്മളിപ്പോൾ ഓർക്കും, ഒരു ചെറിയൊരു 10 രൂപയുടെ കേസായിരിക്കും. ഒരാൾ നമ്മളെ ഏൽപ്പിച്ച് ഒരു 10 രൂപയായിരിക്കും. അതിൽ 8 രൂപയെ ചിലവായുള്ളൂ, 2 രൂപ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് പറയാം 10 രൂപയും ചിലവായി. അവിടെയാണ് വിശ്വസ്തത. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തത പുലർത്തുമ്പോൾ വലിയ കാര്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കുമെന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ദാമ്പത്തിക ജീവിതത്തിൽ, അതുപോലെ കൂട്ടുകെട്ടുകളിൽ എല്ലാം നമ്മളുടെ വിശ്വസ്തത ദൈവം നോക്കും. പ്രത്യേകിച്ച് ഒരു അടുക്കപ്പണി ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് വ്യർത്ഥമായിട്ട് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റായിട്ട് ചെയ്യാം, ഭംഗിയായിട്ട് ചെയ്യാം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യാം. ഇതൊന്നുമല്ല, നമ്മെ കാണുന്നൊരു ദൈവം പൊക്കത്തിലുണ്ട്. നമ്മൾ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനാണോ, അതാണ് അവിടെ നോക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. വിശ്വസ്തനായിരിക്കുക. ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുന്നു, എന്നെ അന്വേഷിക്കുന്നവരുണ്ടോ, എനിക്ക് വിശ്വസിക്കാനാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അതുകൊണ്ട് ദൈവം എനിക്ക് തന്ന 3ാമത്തെ കൃപയാണ് അവിടുത്തെ തിരുമുറിവ് എൻ്റെ കൈകളിൽ പതിപ്പിച്ച് തന്നത്. ഒരിക്കൽ കൂടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ പേര് ഷൈനി ജോർജ്, ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ് മാത്യു, ഇതെൻ്റെ മകൾ ജോഷ്നി ജോർജ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2019 ജൂൺ 5-ാം തീയതിയാണ്. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഈ വർഷം മാർച്ച് 28-ാം തീയതി എൻ്റെ ഹസ്ബൻഡിനുണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ്. ഹസ്ബൻഡ് മാർച്ച് 28-ാം തീയതിയാണ് അറിയുന്നത് MBNS എന്ന് പറയുന്ന ഒരു ബ്ലഡിലുണ്ടാകുന്ന ഒരു ക്യാൻസറാണെന്ന്. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി. എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കുടുംബമായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും. ഞാൻ 2019 തൊട്ട് ഉടമ്പടിയിലുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഹെമറ്റോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഈ
ക്യാൻസർ ആരംഭത്തിലേ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നല്ല, പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് അത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് പറഞ്ഞാൽ ഞാൻ 2019 തൊട്ട് ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എൻ്റെ ഈശോയും എൻ്റെ പരിശുദ്ധ അമ്മയും എന്നെ കൈവിട്ടില്ല. അതാണ് എനിക്ക് പറയുവാനുള്ളത്. എന്നെ കൈവിട്ടില്ല. എനിക്ക് ഈ ദുഃഖം തന്നെങ്കിലും എൻ്റെ കുടുംബത്തിൽ ദുഃഖവും സന്തോഷവും എല്ലാം കടന്നു വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തന്നെങ്കിലും ഞാൻ ഈശോയ്ക്ക് ഒരു പരാതിയൊന്നും പറഞ്ഞില്ല. എനിക്ക് അറിയാം എൻ്റെ ഈശോയും എൻ്റെ ദൈവമാതാവും എനിക്ക് സൗഖ്യമാക്കി തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാനാണെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഏപ്രിൽ 5-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ എന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അത് 2-3 ആഴ്ച എടുക്കും അതിൻ്റെ റിസൾട്ട് വരാൻ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ക്ഷീണവും തളർച്ചയും നല്ല ആക്റ്റീവായിട്ട് നടന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഒരു 10-20 ദിവസം കൊണ്ട് ഭയങ്കര ക്ഷീണവും തളർച്ചയും അങ്ങനെ വന്നപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് ആരംഭത്തിൽ കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഈ ബ്ലഡിൻ്റെ റിസൾട്ട് വരാൻ 2-3 ആഴ്ച എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഈ ക്ഷീണം കൊണ്ട് എങ്ങനെ ഇരിക്കും. അങ്ങനെ 6-ാം തീയതി ഞങ്ങൾ വെല്ലൂരേക്ക് പോകാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പം ഏപ്രിൽ 6-ാം തീയതി വെല്ലൂർ പോകുന്നതിന് മുന്നേ ഏപ്രിൽ 5-ാം തീയതി ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു. അത് എനിക്കിവിടെ ഞാൻ എപ്പോഴും വരുമ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ മാതാവിനെ എനിക്കൊന്ന് ഹോൾഡ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ എൻ്റെ മാതാവ് എന്നെ അതിനനുവദിച്ചു. ഞാനും എൻ്റെ സങ്കടം കണ്ടതുപോലെ എൻ്റെ നിയോഗം അവിടെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ മാതാവിനെ എനിക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള വലിയൊരു ഭാഗ്യം ലഭിച്ചു. അപ്പോഴേ ഞാൻ വിചാരിച്ച് എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുമെന്നും ഇതണക്ക് ഒരു സാക്ഷ്യം വന്ന് പറയണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നെടുത്തത്. അന്ന് എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പം മകളുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു വന്നെടുത്തത്. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ 5-6 കാര്യങ്ങൾ വെച്ചതിൽ എനിക്ക് 4 കാര്യങ്ങൾ സാധിച്ചു തന്നു. പക്ഷേ ഈ ഒരു വലിയ സാക്ഷ്യം പറയുവാനായിട്ടാണ് എന്നെ ദൈവം ഇവിടെ അനുവദിച്ചത്. അപ്പം അങ്ങനെ വെല്ലൂർ പോയപ്പം വെല്ലൂർ നല്ലൊരു ഹെമറ്റോളജിസ്റ്റിനെ കണ്ടപ്പം ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം പറഞ്ഞു ഇതിനകത്ത് സെൽസ് കാണിക്കുന്നുണ്ട്, അപ്പം അടുത്ത പ്രൊസീജിയറായിട്ട് നമുക്ക് ബോൺ മാരോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എങ്കിലും മാതാവിനെയും യേശുവിനെയും മുറുകെ പിടിച്ചുകൊണ്ട് നിന്ന് ബോൺ മാരോ ചെയ്തപ്പോഴും പറഞ്ഞു അത് ഭയങ്കര പെയിനായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിലൂടെ കയറ്റിയവരെല്ലാം ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്കൊരു വേദന പോലും എടുത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെ സഹിച്ചതെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ എൻ്റെ കൃപാസനം മാതാവിനെയാണ് ഓർത്തുകൊണ്ട് ഇരുന്നു. അപ്പം ഡോക്ടർ വരെ പറഞ്ഞു ഇത്രയും നല്ലൊരു പേഷ്യൻറ്റിനെ ഞാൻ കണ്ടിട്ടില്ല, ബോൺമാരോ ചെയ്യുമ്പോൾ പോലും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഹസ്ബൻഡ് എപ്പോഴും ഈ കാശ് രൂപവും എല്ലാം വെച്ച് എപ്പോഴും ഞാൻ കാണുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറ്. എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഉടമ്പടി എടുത്തതെങ്കിലും എന്നെക്കാളിലും വലിയ വിശ്വാസം എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് ഈ രോഗസൗഖ്യം കിട്ടിയത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പം ബോൺമാരോ ചെയ്തപ്പോൾ പിറ്റേന്ന് ഡോക്ടർ പറഞ്ഞ് ബോൺമാരയിൽ സെല്ല് കാണിക്കുന്നുണ്ട്. അപ്പം ബയോപ്സി വരാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം 1 മാസമാണ് അതിന് എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഈ കഴിഞ്ഞ മെയ് 8-ാം തീയതി വന്നാൽ മതി, അപ്പോഴത്തേക്ക് 1 മാസമാവും. അപ്പം വരുമ്പോൾ എല്ലാം പറയാമെന്ന് പറഞ്ഞു വിശദമായിട്ട്. അപ്പം ഞങ്ങൾക്ക് 1 മാസം ഉണ്ടായിരുന്നു. ഞാൻ എന്നും ഉടമ്പടി തൈലവും കാശുരൂപവും തേനും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഹസ്ബൻഡിന് പുരട്ടി എല്ലാം നല്ല പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്ന് ഞങ്ങൾ വെല്ലൂർ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, ഈ സെല്ല് ക്യാൻസറിൻ്റെ അല്ല, ഒന്നും പേടിക്കാനില്ല. പക്ഷേ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഇത് കണ്ടുപിടിച്ചതൊരു ഭാഗ്യമാണ്. പക്ഷേ ഈ 100-ൽ ഒരു 10 പേർക്ക് ഇത് ഫ്യൂച്ചറിൽ ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ ഈശോയും എൻ്റെ ദൈവമാതാവും ഞങ്ങൾക്കൊന്നും വരുത്തത്തില്ലെന്ന് എൻ്റെ മാതാവും ഈശോയും എനിക്ക് ആദ്യമായിട്ട് ഇത് ആരംഭത്തിൽ കാണിച്ചു തന്നു. ഡോക്ടർ പറഞ്ഞാൽ ഇത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നല്ലെന്ന്. അപ്പം ഈശോയ്ക്കും ദൈവമാതാവിനും 1000 കോടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ 2019 ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട്. അന്നൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. എന്താ പറഞ്ഞാൽ ആരെങ്കിലും കാണും എന്ത് പറയും എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു നാണക്കേടില്ല. ഇപ്രാവശ്യം ഞാൻ ഈ ഏപ്രിൽ മാസം ഉടമ്പടി എടുത്തുകൊണ്ട് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എന്നെക്കാളിലും ഊർജ്ജിതമായിട്ട് പത്രം കൊടുക്കാനും എല്ലാം നല്ല ഉത്സാഹം കാണിച്ചു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങളുടെ പള്ളിയിലുള്ളയിടത്തും അല്ലാതെ എൻ്റെ കൂട്ടുകാരടുത്തെല്ലാം ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന ഒത്തിരി അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഈ മാതാവിനെ വിശ്വാസം അല്ലാതിരുന്നവർക്കൊക്കെ ഇപ്പോൾ നല്ല വിശ്വാസമുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ കാരണം 3-4 പേര് ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ കാരുണ്യ പ്രവർത്തനമെന്ന് പറയുമ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ചെറുതായിട്ട് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തേ പിന്നെ അത് കൂടുതൽ കുറച്ചും കൂടെ ഒരു ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിനെല്ലാം ദൈവത്തിനും മാതാവിനും 1000 കോടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ എൻ്റെ ആത്മീയമായ ഇതെന്ന് പറയുമ്പോൾ എല്ലാവരും സ്നേഹിക്കുവാനുള്ളൊരു കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമിക്കുവാനൊക്കെ ഉള്ള ഇത് എനിക്ക് ഒരു കുറവുണ്ടായിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ വേദപുസ്തകം വായിക്കുവാനും എല്ലാം എനിക്ക് നല്ലൊരു കൃപ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ
ഓരോ വാക്യങ്ങളൊക്കെ നമുക്കിപ്പം വിത്ത് റെഫറൻസ് അല്ലാതെ പറയാൻ പറ്റും. പക്ഷേ ഇപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്ത പിന്നെ വിത്ത് റെഫറൻസോട് കൂടി ഒത്തിരി വാക്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഒരു പെട്ടെന്ന് ചോദിച്ച ഒരു 10 എണ്ണമൊക്കെ എനിക്ക് വിത്ത് റെഫറൻസോട് പറയാനുള്ളൊരു കൃപയുണ്ട്. അതൊക്കെ ഞാൻ ഈ ഉടമ്പടി എടുത്ത പിന്നെ എനിക്ക് കിട്ടിയ ഓരോ ആത്മീയമായിട്ടുള്ളൊരു കൃപകളാണ്. അതിനെല്ലാം ഈശോയ്ക്കും ദൈവമാതാവിനും 1000 കോടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും ജീവിതകാലം മൊത്തം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വേണ്ടി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ദൈവസ്നേഹത്തിൽ നിന്ന് ഒരിക്കലും വേർവിട്ട് പോകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിനുവേണ്ടി ഞാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്കും പരിശുദ്ധ ദൈവമാതാവിനും 1000 കോടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നു. ഈശോയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി പറയുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ സൗഖ്യം കിട്ടുകയും അത് റിസൾട്ട് നല്ല ഡോക്ടർ പ്രതീക്ഷിച്ചതിലും നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതിന് ഞാൻ 1000 നന്ദി ഈശോയോടും മാതാവിനോടും അർപ്പിക്കുകയാണ്.